സഹോദയ ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ മീഡിയ റൂമിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ സഹോദയ സ്കൂൾ കലോത്സവത്തിന്റെ എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് മീഡിയക്കാർക്ക് വേണ്ടി എത്തിച്ചു തന്ന ഒരു സംഘമാണ് നമുക്കൊപ്പം ഉള്ളത്. നമ്മളെ ഫുൾ സപ്പോർട്ടിൽ ഈ 3 ദിവസം നമ്മളെ കൊണ്ടു നടത്തിയിരുന്ന ഒരു സംഘം. ഇവരോട് ചോദിക്കാം എങ്ങനെയായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ. സാർ, എങ്ങനെയായിരുന്നു ഈ മീഡിയക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. കറക്റ്റ് സമയത്ത് അവർക്ക് എത്തിക്കണം ഓരോ വിവരങ്ങൾ, മത്സരത്തിന്റെ ഫലങ്ങൾ. എങ്ങനെയായിരുന്നു ആ ഒരു പ്രവർത്തനങ്ങൾ? എങ്ങനെയായിരുന്നു? നമ്മൾ തൃശ്ശൂർ ജില്ലാ സഹോദയത്തിന് ആതിഥേയത്വം അരുളാൻ കഴിഞ്ഞതിൽ സ്കൂളിൽ എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും വളരെയധികം സന്തോഷവാന്മാരാണ്. നമുക്ക് ഇത് തൃശ്ശൂർ സഹോദയ കലോത്സവം 2ാം തവണയാണ് നമ്മൾ ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരുടെയും കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് മാസങ്ങളോളം പരിശ്രമിച്ച് അതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവസാനിക്കാൻ പോകുന്ന കലോത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. വലിയ പരാതികളും പരിഭവങ്ങളൊന്നുമില്ലാതെ തന്നെ ഇത്ര സന്തോഷത്തോടെ നമുക്ക് വന്നിട്ടുള്ള അതിഥികളെ ആതിഥേയത്വം അരുളാനും അതുപോലെ തന്നെ അവരെ അതിനുശേഷം സന്തോഷത്തോടെ തിരിച്ചയക്കുന്നതിലും ഞങ്ങൾ വലിയ സന്തോഷവാന്മാരാണ്. അതിലുപരി ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങേണ്ടിയിരുന്ന ഈ ഒരു കലോത്സവത്തിൻ്റെ മാമാങ്കം പുറം ലോകത്തേക്ക് എത്തിക്കാൻ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുള്ള പത്രമാധ്യമ പ്രവർത്തകർ, അവരുടെ പ്രവർത്തനം നമുക്കൊരിക്കലും ചെറുതാക്കി കാണാനോ അഭിനന്ദിക്കാതിരിക്കാനോ കഴിയില്ല. അത്രക്കും വലിയ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഞങ്ങളോട് ഇവർ ചെയ്തിട്ടുള്ളത്. അതിന് അഗൈതവമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തുടർന്നും ഇനി വരുന്ന ദിവസങ്ങളിലും പത്രമാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കും. ഇവിടെ നമ്മൾ ഓരോ വിവരങ്ങൾ ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ കറക്റ്റ് അപ്ഡേറ്റ്സ് കൊടുക്കണം. അതെങ്ങനെയായിരുന്നു ആ ഒരു പ്രവർത്തനം? എങ്ങനെയായിരുന്നു? ഏത് ഇപ്പോൾ മീഡിയ ആണെങ്കിലും പത്രപ്രവർത്തനം ആണെങ്കിലും കറക്റ്റ് അപ്ഡേറ്റ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതെങ്ങനെയായിരുന്നു ആ പ്രവർത്തനം? അതൊരു വലിയ ടാസ്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ 2ാം തവണയാണ് ഇപ്പോൾ മീഡിയയുടെ വിങ്ങിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിലുള്ള എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പല രൂപത്തിലും ഞങ്ങൾക്കതിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞു. ഇത്തവണ ഒന്നുകൂടെ ഞങ്ങൾക്കതിൽ ഇടപഴകാനും അതുപോലെ തന്നെ മീഡിയയുടെ പ്രവർത്തനങ്ങൾ ഒന്നും കൂടെ സജീവമാക്കാനും സാധിച്ചു. ഓരോ മീഡിയകൾ ഓരോ സമയത്ത് നമ്മളോട് ആവശ്യപ്പെടുന്ന വാർത്തകളും ന്യൂസുകളും അപ്ഡേറ്റായിട്ട് സമയാനുഷ്ഠിതമായിട്ട് ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞത് കാരണം വളരെയധികം നല്ല പ്രവർത്തനത്തോടെ വളരെ സഹകരണത്തോടെയുള്ള പ്രവർത്തനം കൊണ്ട് എല്ലാ പത്രമാധ്യമങ്ങളും മാക്സിമം കവർ ചെയ്ത് ന്യൂസ് പേപ്പറുകൾ വന്നതായിട്ട് കണ്ടു. വലിയ സഹകരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ കലോത്സവത്തിലെ മീഡിയ എങ്ങനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടല്ലോ. അതെങ്ങനെയായിരുന്നു? മീഡിയയുടെ സ്വാധീനവും ഇടപെടലും നമ്മൾ ഈ കാലഘട്ടത്തിൽ അതിന് അനുയോജ്യമായ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. കാരണം ഇപ്രാവശ്യം ഞങ്ങൾ പ്രത്യേകം സ്കാനർ ഏർപ്പെടുത്തി അതിലൂടെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ഒക്കെ QR ID ഉപയോഗപ്പെടുത്തി ആളുകൾ അത് സ്കാൻ ചെയ്യുക വഴി വ്യൂവേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങളുടെ കയ്യിലേക്ക് നമ്മളുടെ വാർത്തകൾ എത്തിക്കാനും സാധിച്ചു. അതിലുപരി നമ്മളോട് കൂടെ നിന്ന് ഞങ്ങളോട് ഒരു മയ്യായിട്ട് ഞങ്ങളെ കൂടെ നിന്ന് പ്രവർത്തിച്ച CCV ചാനൽ, അവർ നമ്മളുടെ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറത്തിൻ്റെ ഒരു ഭാഗത്തുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വ്യാപകമായിട്ടുള്ള നല്ല രൂപത്തിലുള്ള ന്യൂസുകളും വാർത്തകളും നൽകിക്കൊണ്ടിരിക്കുന്ന ഇവർ നമ്മളോട് കൂടെ 3 ദിവസവും സജീവമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല പരിപാടികൾ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യാൻ കൂടെ അവർ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത് ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട. എന്തായാലും മീഡിയക്കാർക്ക് ചെയ്ത എല്ലാ സൗകര്യങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും, ഈ സംഘാടകർക്ക് വേണ്ടി.